നമസ്കാരം, എല്ലാവർക്കും എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ചാന്ദ്രദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വിസ് കോമ്പറ്റീഷനിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലും എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ചാന്ദ്രദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന 4ാമത്തെ വീഡിയോ ആണിത്. ബാക്കിയുള്ള വീഡിയോസ് ഈ വീഡിയോ കണ്ടതിന് ശേഷം കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ചാന്ദ്രദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കാം. ക്യാഷ് പ്രൈസ് ആണ് കൊടുക്കുന്നത്. 30 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റർ ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കാം. ചാന്ദ്രദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം: ആദ്യ ചന്ദ്രയാത്രയിൽ ലോകരാഷ്ട്ര തലവന്മാരുടേതായി ചന്ദ്രനിൽ സ്ഥാപിച്ച വാചകം ഏത്? ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉത്തരം ലോകനന്മ കൈവരാൻ മനുഷ്യ ചന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്നുള്ളതാണ് ആദ്യ ചന്ദ്രയാത്രയിൽ ലോകരാഷ്ട്ര തലവന്മാരുടേതായി ചന്ദ്രനിൽ സ്ഥാപിച്ച വാചകം. 2ാമത്തെ ചോദ്യം: നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ നോക്കി പറഞ്ഞത് എന്ത്? ഉത്തരം ബിഗ്, ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. അടുത്ത ചോദ്യം: മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയ ഇന്ത്യൻ സമയം എത്ര? ഉത്തരം പുലർച്ചെ 1:48. അടുത്ത ചോദ്യം: നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിൽ സ്ഥാപിച്ച ലോകരാഷ്ട്ര മഹാന്മാരുടെ ഫലകത്തിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ഉത്തരം വി ഗിരി. അടുത്ത ചോദ്യം: ചന്ദ്രനെ വലം വെച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം ലൂണ 10. ചൈനീസ് ഐതിഹ്യപ്രകാരം ചന്ദ്രൻ്റെ ദേവത ആരാണ്? ഉത്തരം ചാങ്. ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ഉത്തരം എക്കോ. അടുത്ത ചോദ്യം: ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏത്? ഉത്തരം ബേക്കനൂൻ. ഖസാക്കിസ്ഥാനിലെ ബേക്കനൂൻ ആണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം. അടുത്ത ചോദ്യം: 1972 വരെ ISRO പ്രവർത്തിച്ചിരുന്നത് ഏതു വകുപ്പിന് കീഴിലാണ്? ഉത്തരം ആണവോർജ വകുപ്പ്, ന്യൂക്ലിയർ എനർജി ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ചെടുത്ത വിക്ഷേപണ വാഹനം ഏതായിരുന്നു? ഉത്തരം SLV-3. ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാൻ ആയിരുന്നത് ആര്? ഉത്തരം സതീഷ് ധവാൻ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഇദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി പേര് നൽകിയതാണ്. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റിൻ്റെ പേര് എന്ത്?
ഉത്തരം നൈക്ക് അപ്പാച്ചെ. ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈലായ അഗ്നിയുടെ പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. അടുത്ത ചോദ്യം, ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം രോഹിണി 1. ഇന്ത്യയിൽ ബഹിരാകാശ കമ്മീഷൻ, ബഹിരാകാശ വകുപ്പ് എന്നിവ സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 1972 ജൂൺ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ഇന്നത്തെ ബോണസ് ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ നമ്മൾ നടത്തുന്ന ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്യുക. ക്യാഷ് പ്രൈസാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ പോസ്റ്റർ ഒന്നും കൂടെ സ്ക്രീനിൽ കാണിക്കാം. ഞാൻ തുടക്കത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ അടുത്ത പാർട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ.